പരമോന്നത ബഹുമതി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന 1954 ആണ് ആദ്യമായി നൽകിയത്. 1954 ഇതിനായി രൂപപ്പെടുത്തിയ വ്യവസ്ഥകളിൽ മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന നൽകാൻ വ്യവസ്ഥ ചെയ്തിരുന്നില്ല. 1955 ആണ് അത് ഉൾപ്പെടുത്തിയത്. മഹാത്മാഗാന്ധിക്ക് ഈ ബഹുമതി ലഭിക്കാത്തതിന് കാരണം ഇതാവാം. 1977-79 മൊറാർജി സർക്കാർ ഭാരത് രത്ന സസ്പെൻഡ് ചെയ്തെങ്കിലും 1980 ഇന്ദിരാ സർക്കാർ തിരികെ വന്നപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഭാരത് രത്ന നൽകുന്നതിന്റെ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതിനാൽ 1993-96 കാലത്ത് ഈ ബഹുമതി ആർക്കും നൽകിയില്ല. 1997 ഭാരത് രത്ന പ്രഖ്യാപിക്കപ്പെട്ടത്. 1992 നേതാജിക്ക് ഭാരത് രത്ന പ്രഖ്യാപിച്ച നടപടി നേതാജി ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകരെ പ്രകോപിതരാക്കി. നേതാജിയുടെ മകൾ അനിത ബോസ് ബഹുമതി നിരസിക്കുക കൂടി ചെയ്തതോടെ സർക്കാരിന് ബഹുമതി പിൻവലിക്കേണ്ടി വന്നു. ഇതുവരെ 4 രാഷ്ട്രപതിമാർ ഭാരത് രത്ന നേടിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ബഹുമതി നേടിയ 3 തലമുറയിൽപ്പെട്ടവരാണ് നെഹ്റുവും ഇന്ദിരയും രാജീവും. നോബൽ സമ്മാന ജേതാക്കളായ ഭാരതീയരിൽ CV രാമനും മദർ തെരേസയും അമർത്യ സെന്നും ഭാരത് രത്ന നേടിയിട്ടുണ്ട്. JRD ടാറ്റയാണ് ഭാരത് രത്ന ലഭിച്ച ഏക വ്യവസായി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും നെൽസൺ മണ്ടേലയും ഭാരത് രത്ന നേടിയ വിദേശികളാണ്. ഭാരത് രത്ന ലഭിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികൾ: ഡോക്ടർ S രാധാകൃഷ്ണൻ 1954. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരത് രത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ, വിദ്യാഭ്യാസ, ആത്മീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്ത്യയുടെ തത്വചിന്തകനായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു. 1962 മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കപ്പെടുന്നു. സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 ആന്ധ്രാപ്രദേശിലെ തരുത്തണി ഗ്രാമത്തിൽ ജനിച്ചു. മദ്രാസ് പ്രസിഡൻസി കോളേജ്, കൽക്കത്ത യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡിലെ മാഞ്ചസ്റ്റർ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകൻ. ആന്ധ്ര യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവയുടെ വൈസ് ചാൻസലർ സ്ഥാനവും അലങ്കരിച്ചു. ഇന്ത്യൻ സർവകലാശാല കമ്മീഷൻ ചെയർമാൻ, യുനെസ്കോ ചെയർമാൻ, സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡർ എന്നീ ഉന്നത പദവികളും വഹിച്ചു. 16 വർഷം ഓക്സ്ഫോർഡിൽ പൗരസ്ത്യ പഠനങ്ങൾക്കുള്ള സ്പാൾഡിംഗ് പ്രൊഫസർ പദവി ലഭിച്ച ആദ്യ പൗരസ്ത്യനാണ് S രാധാകൃഷ്ണൻ. 1952-62 കാലത്ത് ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതി, രാജ്യസഭാധ്യക്ഷൻ, ഏറ്റവും കൂടുതൽ കാലം ഈ പദവികളിൽ തുടർന്ന വ്യക്തി. 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയായി. ആ പദവിയിലെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. ഇന്ത്യൻ ഫിലോസഫി, ദ ഫിലോസഫി ഓഫ് ഉപനിഷത്ത്, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഈസ്റ്റേൺ റിലീജിയൻ ആൻഡ് വെസ്റ്റേൺ തോട്ട്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, സം റിഫ്ലക്ഷൻസ് എന്നിവ പ്രധാന കൃതികൾ. 1975 ഏപ്രിൽ 17 അന്തരിച്ചു. C രാജഗോപാലാചാരി 1954. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ എന്നിവരോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെടുംതൂണുകളിലൊന്നായിരുന്നു രാജാജി എന്നറിയപ്പെട്ടിരുന്ന C രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലായിരുന്നു ഈ തെക്കുനിന്നുള്ള യോദ്ധാവ്. 1878 ഡിസംബർ 8 മദ്രാസ് സംസ്ഥാനത്തെ സേലം ജില്ലയിൽ ജനിച്ചു. 19 വർഷം അഭിഭാഷക വൃത്തിയിൽ കഴിഞ്ഞ ശേഷം കോൺഗ്രസിൽ ചേർന്നു. 1921 കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും 150 മൈൽ അകലെയുള്ള വേദാരണ്യം കടപ്പുറം വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. ഗാന്ധിജിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നതിനാൽ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടു. 1937 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മദ്രാസ് സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയായി. ഗാന്ധി ജിന്ന സംഭാഷണങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചു. CR ഫോർമുലയുടെ ഉപജ്ഞാതാവ്. 1944 മാർച്ചിൽ സമർപ്പിച്ച ഇതിൽ ഇന്ത്യ വിഭജനം സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. മൗണ്ട് ബാറ്റന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ, വൈസ് റീഗൽ കൊട്ടാരത്തിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. 1951 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. 1952 മദ്രാസ് മുഖ്യമന്ത്രിയായി. 1954 രാജിവെച്ചു. കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി 1959 സ്വതന്ത്ര പാർട്ടി രൂപവത്കരിച്ചു. രാജാജിയുടെ മകൾ ലക്ഷ്മിയെ വിവാഹം ചെയ്തത് ഗാന്ധിജിയുടെ മകൻ ദേവദാസ് ഗാന്ധിയാണ്.
CR എന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തമിഴിലും ഇംഗ്ലീഷിലും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. കണ്ണൻ കാട്ടിയ വഴി, വ്യാസർ വിരുന്ന്, രാജാജി കുട്ടിക്കഥകൾ, സത്യമേവ ജയതേ, സോക്രട്ടീസ്, മാർക്കസ് ഒറേലിയസ്, ചക്രവർത്തി തിരുമകൻ, വോയിസ് ഓഫ് ദ അൺഇൻവോൾവ്ഡ്, ജയിൽ ഡയറി എന്നിവയാണ് പ്രധാന കൃതികൾ. 1975 ഡിസംബർ 25 അന്തരിച്ചു. CV രാമൻ 1954. ഭാരത് രത്ന ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യൻ ശാസ്ത്രജ്ഞനായ അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഭൗതിക ശാസ്ത്രകാരനായി കണക്കാക്കപ്പെടുന്നു. പൂർണ്ണനാമം ചന്ദ്രശേഖര വെങ്കട്ടരാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ ജനിച്ചു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ വളരെയധികം അഭിരുചി പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസാനന്തരം അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ജനറൽ ആയി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറായി. 1924 ലണ്ടനിലെ റോയൽ സൊസൈറ്റി അംഗമായി. പ്രകാശ സംബന്ധിയായ നിരവധി ഗവേഷണങ്ങൾ നടത്തുകയും തുടർന്ന് 1928 രാമൻ പ്രഭാവം എന്ന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തു. ചില ദ്രാവകങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും വൈദ്യുത കാന്തിക വികിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് ഡിഫ്രാക്ഷൻ സംഭവിക്കുകയും ആവൃത്തി വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് രാമൻ ഇഫക്റ്റ്. ഇത് കണ്ടെത്തിയ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. രാമൻ ഇഫക്റ്റിനെ മുൻനിർത്തിയാണ് 1930 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 1929 സർ പദവി ലഭിച്ചു. ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ് ആരംഭിച്ചതും ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ്, ബാംഗ്ലൂരിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥാപിച്ചതും CV രാമനാണ്. 1957 സോവിയറ്റ് യൂണിയന്റെ ഇന്റർനാഷണൽ ലെനിൻ പ്രൈസ് ലഭിച്ചു. പ്രധാന കൃതികൾ: മോളിക്കുലാർ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, റിസർച്ചസ് ഇൻ അക്കോസ്റ്റിക്സ്, ദ ഫിസിയോളജി ഓഫ് വിഷൻ, ആസ്പെക്ട്സ് ഓഫ് സയൻസ്. 1970 നവംബർ 21 ബാംഗ്ലൂരിൽ അന്തരിച്ചു. ജവഹർലാൽ നെഹ്റു 1955. ഇന്ത്യ ചരിത്രത്തിൽ അനിഷേധ്യ സ്ഥാനമാണ് രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനുള്ളത്. ഭാരത് രത്ന നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു. 1957 മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. അലഹബാദിൽ 1889 നവംബർ 14 കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു. 1912 ബംഗിപ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. 1916 കമല കൗളിനെ വിവാഹം കഴിച്ചു. ഗാന്ധിജിയെ ആദ്യമായി കണ്ടത് 1916 ലക്നൗ സമ്മേളനത്തിൽ. 1921 നിസ്സഹകരണ സമരകാലത്ത് ഗാന്ധിജിയുമായി അടുത്തിടപഴകി. 1923 കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. 1929, 1939, 1946 വർഷങ്ങളിലും 1951 മുതൽ 54 വരെയുള്ള സമ്മേളനങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷൻ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിൽ തുടർന്ന വ്യക്തി. അധികാരത്തിലിരിക്കെ അന്തരിച്ചു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി. ഇന്ത്യയിലെ ത്രിതല തദ്ദേശ ഭരണ സംവിധാനത്തിന് പഞ്ചായത്ത് രാജ്